കാൽവറി മലമുകളിൽ 3 കുരിശുകൾ നാം കാണുന്നുണ്ട്. എന്തിനായിരുന്നു യേശു കർത്താവിനെ നടുവിലും മറ്റ് 2 ദുഷ്പ്രവർത്തിക്കാരെ ഇരുവശത്തുമായി ക്രൂശിച്ചത്? റോമൻ ശിക്ഷാ നിയമപ്രകാരം അതിന് പല ന്യായങ്ങൾ പറയുവാനുണ്ടായിരിക്കാം. എന്നാൽ അതിനേക്കാൾ ഉപരി വശത്തുണ്ടായിരുന്ന 2 കുരിശുകളും ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നിനെ പ്രതീകപ്പെടുത്തുന്നു. അതത്രേ തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള ദൈവത്തിൻ്റെ അവസാനത്തെ സമ്മാനം. കുറ്റവാളികൾക്ക് 2 പേർക്കും വളരെ സാമ്യമുണ്ടായിരുന്നു. ഒരേ കാരണത്താൽ ശിക്ഷിക്കപ്പെട്ടവർ, ഒരേ മരണത്തിന് വിധിക്കപ്പെട്ടവർ, ഒരേ ജനക്കൂട്ടത്താൽ ചുറ്റപ്പെട്ടവർ, നടുവിലുള്ള യേശുവിൻ്റെ ക്രൂശുമായി ഒരേ അകലം. യേശുവിൻ്റെ ക്രൂശിലെ 7 മൊഴികൾ ഒരുപോലെ കേട്ടവർ, യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന യേശുവിൻ്റെ ക്രൂശിന് മുകളിലുള്ള മേലെഴുത്ത് ഒരുപോലെ കണ്ടവർ, യേശുവിനെ ഒരുപോലെ ക്രൂരമായി പരിഹസിച്ചവർ. എന്നാൽ അതിലൊരുവൻ പിന്നത്തേതിൽ തൻ്റെ തീരുമാനം മാറ്റി കർത്താവിനോട് അപേക്ഷിക്കുകയാണ്, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന്. അവൻ്റെ ആ തീരുമാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് സമ്മാനിച്ചത് യേശുവിനോടൊപ്പമുള്ള നിത്യതയായിരുന്നു. എന്നാൽ മറ്റേ കള്ളൻ ആ തെരഞ്ഞെടുപ്പിനെ നിരാകരിച്ചു. നാം ഓരോരുത്തരും എവിടെ നിത്യത ചെലവഴിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി നമ്മുടെ കർത്താവ് നമ്മെ ബഹുമാനിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം അത്രേ നമുക്ക് ദൈവത്തിൽ നിന്നും കിട്ടിയ ഏറ്റവും വലിയ പദവി. ഇവിടെ പശ്ചാത്തപിച്ച് പറുദീസയിൽ എത്തിച്ചേർന്ന കള്ളനെ ശ്രദ്ധിക്കുക. ജീവിതകാലം മുഴുവൻ മോശം തെരഞ്ഞെടുപ്പുകൾ നടത്തിയ വ്യക്തി ഒടുവിലായി കിട്ടിയ ആ ഒരു അവസരത്തെ നല്ല തെരഞ്ഞെടുപ്പിലൂടെ വിനിയോഗിച്ച് നിത്യത കൈവരിക്കുകയുണ്ടായി. ജീവിതം മുഴുവനുമായി മോശപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടത്തി എന്ന കാരണത്താൽ നല്ല ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുവാൻ നാം ആരും തന്നെ അയോഗ്യരല്ല. നമ്മുടെ ദൈവം സ്നേഹവാനും കരുണയുള്ളവനും ദീർഘക്ഷമയുമുള്ളവനാകൊണ്ട് നല്ല ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുവാൻ ഒരവസരം കൂടി ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. Whoever believes in the Son has eternal life. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. Have a blessed day.